എന്നെ അടിക്കില്ലേ? ഞാൻ അടിക്കും. സാർ ഞാൻ രാജേന്ദ്ര റാസ്കൽ നടുറോട്ടിലാണോടാ തല്ലുമകളും? എടാ ഞാൻ കേരള ജീപ്പില്. നിനക്ക് എന്നെ മനസ്സിലായില്ലടാ. എടാ നമ്മൾ SME സ്കൂളിൽ ഒന്നിച്ചാ. ഇറങ്ങി വരണം. സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. വരണം. വരൂ. നടുറോട്ട് കിടന്ന് തല്ലുണ്ടാക്കിയതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? 10 കൊല്ലം ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരൻ പരിചയഭാവം പോലും കാണിക്കാത്തതിനേക്കാളും വലിയ ശിക്ഷയുണ്ടോ? പരിചയഭാവം കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ലോ നിന്നെ ഞാൻ കണ്ടത്. പരിചയമില്ലാത്ത ആളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ എന്റെ കൈയിന്റെ ചൂട് നീ അറിഞ്ഞേനെ. പിന്നെ ഇപ്പൊ തല്ലടാ അല്ലേ? വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടപ്പം നീ എന്നെ റാസ്കൽ എന്ന് വിളിച്ചതിനേക്കാളും വലിയ ചൂടൊന്നുമില്ലല്ലോ നിന്റെ തല്ലിന്. ഗോപാലകൃഷ്ണ, ഞാൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. എന്നുവെച്ചാൽ മനുഷ്യത്വം ഇല്ലാത്തവന് അർത്ഥമുണ്ടോ? ഉണ്ട്. എനിക്ക് മനുഷ്യത്വത്തെക്കാൾ പ്രധാനം സത്യവും നീതിയുമാണ്. ഈ കാക്കിക്കുപ്പായത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ടടാ. വൈരിക്ക് വേണ്ട, ഞാൻ പോവാ. വീണ്ടും നീ എന്നെ റാസ്കൽ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പോവാ. ഇരിക്കാൻ പറഞ്ഞത് SI അല്ല, നിന്റെ പഴയ സതീർത്ഥൻ രാജേന്ദ്രനാണ്. ഒരാളെ തന്നെ 2 ആളായി കാണാനുള്ള വിദ്യയൊന്നും എനിക്ക് വശമില്ല. വൈരിക്ക് ഇരിക്കാൻ. കോട്ടപ്പള്ളി സുലൈമാൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? ഇല്ല. നഗരത്തെ കിടുകിടാ വറപ്പിച്ചിരുന്ന ഒരു ഗുണ്ട, ഘനഗംഭീരൻ, അഭ്യാസി, ഇവിടുത്തെ പണച്ചാക്കുകളുടെ കൊടാലിക്കൈ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടതോഴൻ. ചാർജ് എടുത്തതിന്റെ 3-ാം ദിവസം ഐതിഹാസികമായ ഒരു സംഘടനത്തിലൂടെ ഞാനവനെ തറപറ്റിച്ചു. അവിടുന്ന് അങ്ങോട്ട് എന്റെ ജൈത്രയാത്രയായിരുന്നു. എലിമെന്ററി സ്കൂളിൽ മൂക്കിൾ ഒലിപ്പിച്ച് നടന്നിരുന്ന ആ പഴയ എല്ലുന്തിയ രാജേന്ദ്രനിൽ നിന്നും ഈ നിൽക്കുന്ന SI രാജേന്ദ്രനിലേക്കുള്ള പ്രയാണം സംഭവബഹുലമായിരുന്നു. എനിക്കിന്ന് മൃദുല വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാനിന്ന്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇവിടെയാണോ താമസം? അതെ. തനിച്ചാണോ? കല്യാണം ഒന്നും കഴിച്ചില്ലേ? കല്യാണം ഈ ജീവിതത്തിൽ അതുണ്ടാവില്ല. അതെന്താ? ഗോപാലകൃഷ്ണ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സന്യാസിയാണ്. സന്യാസി ആത്മീയതക്കായി സ്വയം അർപ്പിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു. സത്യവും നീതിയുമാണ് എന്റെ ഭാര്യ. ഏതെങ്കിലും ഒരു പീറപ്പെണ്ണിന്റെ മുമ്പിൽ അടിയറക്കാനുള്ളതല്ല ഈ ജീവിതം. നീയാളൊരു മഹാനെ മാറി. അതെ. ഇനി പറയൂ, എന്തിനാണ് നീ റോഡിൽ വെച്ച് തല്ലുണ്ടാക്കിയത്? പറയാം. നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചു. ആരാലും ഞാൻ വിടില്ല. ഞാൻ പറയാം. വേഗം പറയൂ. അത് പിന്നെ എന്റെ ഒരു വീട് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അവര് വാടക എന്നവര് കറക്റ്റായിട്ട് ആയിരുന്നില്ല. ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല. ഒടുവിൽ ഞാൻ അവരോട് പറഞ്ഞു പിന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ സ്ത്രീയും മകളും എന്നോട് പറയാ പിന്നെ അവര് പറയാ പിന്നെ പോലീസിനെ അവർക്ക് പേടിയില്ല, ഇവിടുത്തെ SI ഒരു കിഴങ്ങനാണ്, അയാൾ വിചാരിച്ച ഒരു പുല്ലും ചെയ്യില്ല. സ്റ്റോപ്പ്. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്.
ഡിപ്പാർട്ട്മെന്റിനെ അപമാനിച്ചാരാണ്? പോലീസ് പുല്ലാണെന്ന് പറഞ്ഞാരാണ്? ഇവിടാണ്. വാതിലോർക്ക് വാതിലോർക്കാൻ. ഐഷ, ആയിഷ്, എന്തേ? ഇങ്ങോട്ട് ഇറങ്ങിയേക്കാൻ. നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? എനിക്ക് നീതി വേണം. വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി. നമുക്ക് പിന്നീട് തല്ലാം. അപ്പൊ എനിക്ക് ടൈം ഉണ്ടാവില്ല. എനിക്ക് ഇപ്പൊ തല്ലണം. വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി. മതിയോ? വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി. ഇപ്പൊ അങ്ങനെ മതിയല്ലേ? ഇങ്ങോട്ട് ഇറങ്ങിയല്ലേ? ഇപ്പൊ ഞാൻ തല്ലുന്നില്ല. പക്ഷെ 24 മണിക്കൂറിനകം വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. എല്ലാത്തിനും നേരത്തെ തല്ലും. പോലീസ് അതെ, ഏതായാലും ഇത്രത്തോളം വന്ന സ്ഥിതിക്ക് അയൽവക്കക്കാരെ കൂടെ ഒന്ന് വിരട്ടിയാലും ഒറ്റയുള്ളതിന് പോലീസിനെ പേടിയില്ല. പോലീസിനെ പേടിയില്ലാത്തവന്മാര് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. കോട്ടപ്പള്ളി സുലൈമാനെ ഇടിച്ച് തറവെറ്റിച്ച എസ് ഐ രാജേന്ദ്രനാണ് പറയുന്നത്. 24 മണിക്കൂറിനകം വീടൊഴിയാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഇവനെ തൊട്ട് കളിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയ്യും കെട്ടി നോക്കി നിൽക്കയില്ല. ഓർമ്മയിരിക്കട്ടെ. കേരള ജീപ്പില് എല്ലാവന്മാരെയും അടുത്ത പ്രാവശ്യം വീണ്ടും ഞാൻ പാഠം പഠിപ്പിക്കും. തല്ലെനിക്ക് പുത്തരിയല്ല, എല്ലാറ്റിനെയും തല്ലും. പെട്ടെന്ന് ഇങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. അവര് വാടക തരാറില്ലെന്ന് നീ നുണ പറഞ്ഞതല്ലേ? എന്നാരും പറഞ്ഞു? ഞാൻ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ചു. പോലീസിനെ വിട്ട് അന്വേഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. നീ പറഞ്ഞതുപോലെ ചെയ്യാൻ പോലീസുകാരും നിന്റെ കൂലിക്കാരോ? പോലീസുകാരെ അവരെ അധിക്ഷേപിച്ചോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ആഹാ, നിനക്ക് അവര് കൈക്കൂലി തന്നു അല്ലേ? ഗോപാലകൃഷ്ണ, കൈക്കൂലി എന്ന വാക്ക് തന്നെ എനിക്ക് അലർജിയാണ്. എന്തിനാ നിർത്തിയത്? തല്ലടാ, ഒരു പ്രാണ സുഹൃത്തിന്റെ മോന്തെങ്കിലും തല്ലടാ. സ്നേഹത്തെക്കാൾ വലുതാടാ എനിക്ക് സത്യവുന്നീരിയും. വണ്ണോ കേട്ടോ ഗോപാലകൃഷ്ണ, ഈ കാക്കി കുപ്പായം നിന്നെ ഒരു ഭ്രാന്തനാക്കിയടാ. നന്ദി കെട്ടവനാക്കി. രാജേന്ദ്ര, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിനക്ക് എത്ര പ്രാവശ്യം ഞാൻ ചോറ് വാങ്ങിച്ചു തന്നിട്ടുണ്ടടാ. വെട്ടി ഉരുട്ടി വിഴുങ്ങിയതൊക്കെ നീ മറന്നു വേണോടാ. നീ അല്പനാണ്, നീ ശപ്പനാണ്. പോടാ. നീ വലിയ എസ് ഐ ആണെന്ന് ഞാൻ നോക്കൂല. അടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. നിന്റെ സഹായം എനിക്ക് വേണ്ടടാ. നീ കോട്ടപ്പള്ളി സുലൈമാനെ വേണ്ട പാക്കിയാണല്ലോ. നീ ധൈര്യം കൊണ്ട് എന്നോട് കളിച്ചു നോക്ക്. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ. നല്ല തടി മുടിഞ്ഞ തീറ്റയായിരിക്കും. നോക്കല്ലേ, ഞാനങ്ങ് ദഹിച്ചു പോവും. ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഹൗസ് ഓണർക്ക് കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഹൗസ് ഓണറിന്റെ മൂത്തോഴി പോടല്ലോ. നിന്റെ മോന്തയൊന്ന് കള്ളച്ചെറുക്ക. ഞാൻ ഈ പിശാചിനെ തല്ലിയൊന്നുമില്ല. അപ്പുറത്തായി കാണിച്ചു തരാം തനിക്ക്. മോർണിംഗ് വാ. വേണ്ടാന്ന് വെക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേ. എന്റെ ബാഗ് എന്താ? അയ്യോ എന്റെ ദൈവമേ, എനിക്ക് എന്റെ ഗുരുവായൂരപ്പ എനിക്ക് വയ്യ. എനിക്ക്
എന്താണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവണ്ട. പോണ്ടാച്ചാല് എന്താ ഉമ്മറേ ഇങ്ങോട്ട് വരികയെന്ന് ആ വീട്ടുടമസ്ഥ ഭ്രാന്താക്കുന്നോണ്ട് കുറിച്ച് കെട്ടാണ് നമുക്ക്. ഞാൻ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടേക്ക് വരാം. പറ. ആഹാ ഞമ്മക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ. നിങ്ങൾ അങ്ങോട്ട് പോവണ്ട, ഇങ്ങോട്ട് വരുന്നു. അത് എങ്ങോട്ട് വരാൻ എനിക്ക് ചിലക്കാണ്ട് പോവാറുണ്ട്. സമയത്താ വിളിക്കണേ. ആ ആരെ വരീന് വോട്ട് വരിക. അല്ല നമ്മൾ അയലക്കാരും മഹാചെത്തുകളാണ്. ഒരു തെണ്ടി കെട്ടി തിരിഞ്ഞൊക്കെ കുതുകലൊക്കെ ഉണ്ടായിട്ട് ഈ ചെറ്റ പണിക്ക് നടത്തിട്ട് ബാക്കി കാര്യം ചർച്ചയായിട്ട് എനിക്ക് പുത്തരി നിലങ്ങളെ എടാ പണിക്കണേ. എടാ നാറി പണിക്കണേ. ഡൈലി വാതിൽ ഓർക്കണ കുത്തി കൊള്ളിയാ മാലാക്കി കൗത്തിലിടും. ഇവനെ അങ്ങോട്ട് പോയിന് ഇവനെ ഞാൻ കൊല്ലും. ഇവനെ കൊല്ലാതെ ഞാൻ പോവില്ല. എനിക്ക് ചോര വേണം. പണിക്ക ചോര വേണം. നിനക്ക് ചോരാടാ നമുക്ക് വേടാ. നിനക്ക് പണിക്ക ചോരാടാ വേടാ. നമുക്ക് നിങ്ങൾ കുടുംബമായിട്ട് കഴിഞ്ഞോടത്ത് ഞാൻ വന്നു വല്ല അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശം നിങ്ങൾക്ക് തന്നെയല്ലേ. ഞാനൊരു എന്താ ഒന്നുമില്ല എടുക്കാം. എന്തായി? എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മളെന്തിന് വേണ്ടാത്തതിൽ തലയിടാൻ പോകുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണോ അവിടെ ഒരു ബഹളം? ആഹാ ഒളിച്ചിക്കണില്ലേ. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചറക്കാരനല്ല. ഇറ്റ്സ് വെരി നൈസ് ഫെലോ. അയാളോട് അയാളെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് ഞമ്മക്ക് പറയാൻ പറ്റുമോ? എന്തിനൊരു ന്യായം വേണ്ടേ? അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അഹങ്കാരോ? ആ ഉണ്ടോ? ഉണ്ട്. ഇവ അവൻ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. രാമോട്ട അയാളെ ഒന്നും ചെയ്യല്ലേ. പാവം പേടിച്ചിരിക്കുക. എടീ കാർത്തിയാനി, ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ. ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ നല്ല ഇടി കൊടുക്കണം മാവാ. അത്തോകി ഇവൻ നമ്മുടെ വരുവൻ തന്നെ. വാ വല്ലോ കഴിക്കാം. കേരളത്തിലെ കോഴിയിറച്ചി നിന്നിട്ട് ഒരുപാട് കാലമായി. വന്നേ. നീ പോയി കിടക്ക്. ഓ അയാളുടെ സാധനങ്ങളൊക്കെ മുറിയിലുള്ളത് കൊണ്ട് എങ്ങും പോകാനിടയില്ല. കോയി ഭാഗത്തിനായി ചോടുതോ പെട്ടി കള അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞ അമ്മാവും വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ശ്വാസം നേരെ വീണത്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ. ഭക്ഷണം എടുത്തു വെക്ക്. അമ്മാവാ പണിക്കിന് വരുന്നുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന മുമ്പ് നിങ്ങൾ കടന്നു കളഞ്ഞത്? എനിക്ക് ജനറൽ ഓഫീസ് ഒരു ബില്ല് മാറി കിട്ടാനുണ്ടായിരുന്നു. ഓഹോ, ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു. ജയിലിലാണോ ജോലി? ജോലിയല്ല, ഒരു കൊലക്കേസിൽപ്പെട്ടവിടെ കിടക്കായിരുന്നു. കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്. എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പിൽ മാത്രമേ അവരുടെ മുണ്ടിന്റെ മടയിൽ കുത്തയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി. ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണോ നടക്കുന്നത്? അല്ല, ഈ മുണ്ടെന്ന് പറഞ്ഞാലേ ധോത്തി, പാളത്താറ്. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. വിശ്വവിഖ്യാതനായ ചാൾ ശോഭരാജനെ പണിക്കറിയോ? കേട്ടിട്ടുണ്ട്. എന്റെ ആത്മസുഹൃത്താണ്. എനിക്ക് ഇത്ര വലിയ പാരമ്പര്യമൊന്നുമില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല. സാബാഷ്. അച്ഛാ അച്ഛാ, ശക്തനായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം. മിസ്റ്റർ പണിക്കർ, ആ ക്ലോക്കിലേക്ക് നോക്കൂ. ഇപ്പോ 11 മണിയായി. നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൂടെ തരുന്നു. സിർഫ് 1 ഘണ്ട. ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ള സമയമാണ്. സമജാ? ഇവിടെ ഒരു ചോരക്കളം സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയാണ്. കൃത്യം 12 അടിക്കുമ്പോൾ പണിക്കര് പുറത്തിറങ്ങിയിരിക്കണം. യാദ് രഖന, കൃത്യം 12 മണി. ठीक 12 बजे. नहीं तो मैं तुम्हें जिंदा नहीं छोड़ूंगा. समझा? जा.
ഓർത്ത് താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജന്മത്ത് തനിക്ക് അവരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ഒക്കില്ല. ദാമോട്ടാ, കുഴപ്പമൊന്നും വേണ്ട ദാമോട്ടാ. चुप रहो बहन, मैंने बैग देख चुका हूं. പെട്ടെന്നുള്ള ദേഷ്യത്തിന് അമ്മാവൻ എന്തെങ്കിലും ചെയ്തു കളയരുത്. ആ, നീ നിന്റെ അമ്മ പോലെ തുടങ്ങിയോ? ബോംബെയിലെ അധോലോക രാജാവാണ് ഞാൻ. തീരുമാനം ആയോ? ആയി. എന്താണ് ആ തീരുമാനം? ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ഹൗസ് ഓണർ അയാളുടെ വീട്ടിൽ തന്നെ താമസിക്കും എന്നാണ് ആ തീരുമാനം. ഏത് വീട്ടിൽ? ഈ വീട്ടിൽ, എന്റെ ഈ വീട്ടിൽ. അഹങ്കാരികളായ ഈ വാടകക്കാർ താമസിക്കുന്ന ഈ വീട്ടിൽ. RT ഓഫീസിലെ ക്ലർക്കായിരുന്ന എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ച ഈ വീട്ടിൽ. ബേട്ടാ, ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. സർക്കാർ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടു. മുഖസ്തുതി എനിക്കിഷ്ടമല്ല. ദേഖോ, മിസ്റ്റർ പണിക്കരെ ഞാൻ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഒരു ദാദയാകാം. ദാദോങ്കെ ദാദ, വല്ലഭനക്ക് വല്ലഭൻ, ദാദോങ്കെ ബീച്ച് മേ ഏക്ക് ബഡാ ദാദ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ ഇത്രയാ സ്ഥിതിക്ക് ദാമോദരജി എന്നെ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു തരണം. ജറൂർ ജറൂർ. എത്രയും പെട്ടെന്ന് ഇവരെ ഒഴിപ്പിക്കാം. ഇനി നമ്മൾ ദോസ്തുക്കൾ സോജാവോ. കൽ സുബഹ 6 ബജെ മിലെംഗെ. കാലത്ത് 6 മണിക്ക് കാണാം. ആരാം കരോ, ആരാം കരോ. എന്താണ് അമ്മാവ ഇതൊക്കെ? ഞങ്ങളെ ഒഴിപ്പിക്കാനാണോ അമ്മാവൻ ബോംബെയിൽ നിന്ന് ഇവിടം വരെ വന്നത്? കുട്ടി, ദാമോദരൻ എന്ന അമ്മാവനെ പറ്റി മാത്രമേ കുട്ടിക്ക് അറിയൂ. ബോംബെ ശിവസേനക്കാരെ കിരീടാവർപ്പിക്കുന്ന അധോലോക ദാമോദർജിയെ കുട്ടിക്ക് അറിയില്ല. ഞാൻ അറിയിക്കാം. നാളത്തെ പ്രഭാതം അതിനുള്ളതാണ്. പോയി കിടന്നുറങ്ങ്. ആരാം കരോ, ആരാം കരോ. നമ്മളിപ്പോ എവിടേക്കാ നടക്കുന്നത്? ദാമോദർജിക്ക് ബോംബെയിൽ എന്താണ് ജോലി? ബോംബെയില് ഞാനും എന്റെ അധോലോക സുഹൃത്തുക്കളും ജുഹു കടപ്പുറത്ത് പല സായാഹ്നങ്ങളിൽ ഇതുവരെ നടക്കാനിറങ്ങാറുണ്ട്. പല സുപ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്ന അപ്പോഴാണ്. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബൈജ,
അല്ല നമുക്കിനി പൊയ്ക്കൂടെ? ഇരിക്കടോ, പോയാ പ്രശ്നം തീരില്ലല്ലോ. പ്രശ്നോ? എന്ത് പ്രശ്നം? बोलाराम जी साहब, ये गोपाल कृष्ण पनिकर मेरा दोस्त है. इधर आ. बॉम्बे से एंड കൂടെ വന്നതാണ് बोलाराम. इसको उधर अच्छी तरह करना, तेल मालिश. समझा? अच्छा जी. तेल मालिश. മര്യാദ ഭാഷ തനിക്ക് മനസ്സിലാവുമെങ്കിൽ ബോലാറാമനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. दामोदर जी. दामोदर जी, लगाओ तेल. आइए मेरा दोस्त. कहीं नहीं बढ़ो, कहीं नहीं बढ़ो. चुप रहे साले. മേലെ ഒന്ന് എന്നെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. ചലോ ലഗാओ. വേണ്ട വേണ്ട, ഞാനാ പറയുന്നത്. വേണ്ട. രാമോർജി, ഇയാൾ എന്നെ ഇട്ട് ഇരിക്കുന്ന കണ്ടില്ലേ? बोलाराम, 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 बोलो. दामोदर उल्लू का फट्टा. ഫിക്കർ മത് കരോ ബേട്ടി, അവന് കാര്യം മനസ്സിലായി. താമോട്ട് നിലവെല്ലാം ചെയ്തോ? അത് വേണ്ടി വന്നില്ല, അല്ലാതെ എല്ലാം മനസ്സിലായി. അല്ല, അമ്മാവൻ പോവാണോ? ഇന്ന് പുറപ്പെട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാ മോളെ. ട്രെയിന് സമയമായി. അവിടെ ഇനി പിന്നെ ഈ ശിവസേനക്കാരോടുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങുക.
ഞാനതങ്ങ് മറന്നുപോയി. അവനെപ്പറ്റി നിങ്ങൾ ആരും ഒന്നും വിഷമിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ദാമോദര നിക്കണവിടെ. അതോ ലോക ദാമോദരോ, നിന്നെ ആഹാ